are listening to Kathagram with Neethu M Eldose. Kathagram, stories alive. Milestones are personal, and turning 30 is as meaningful as you choose to make it. For me, it was a date with the mountains. On my 30th birthday, I decided to trek to Triund, away from the noise, the expectations, and everyone else. But the mountains, as always, had their own plans. അങ്ങനെ പറഞ്ഞു ഞാനും അവിടെ എത്തി. The mighty 30s. Just another number, another phase in my life. പക്ഷെ ഹൈപ്പിനൊത്ത് നമ്മളും ഇടയ്ക്കെങ്കിലും ഒന്ന് വളരണ്ടേ? That's when I decided to be all by myself up hills on the day I turned 30. Easy to moderate trek, അതാണ് എല്ലാവരും ട്രിയൂണ്ടിനെ പറ്റി പറഞ്ഞത്. But not when the weather is at odds with you. എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞാൻ മക്ലോഡ്ഗഞ്ചിലെത്തി. ഹിമാചൽ പ്രദേശിലാണ്. ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴത്തേക്കും നടക്കാൻ തുടങ്ങി. വൈകിട്ടാവുമ്പോഴത്തേക്കും ത്രിയൂണ്ടിൽ എത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി. ആൻഡ് ഇഫ് പോസിബിൾ ക്ലൈംബ് ദ ഇന്ദ്രഹാർ പാസ്. ബട്ട് മൈ മെയിൻ ഗോൾ വാസ് ടു വേക്ക് അപ്പ് ഹിൽസ് ഇൻ ത്രിയൂണ്ട് ഓൺ ദ ഡേ ഐ ടേൺ 30, all by myself. Do nothing but just stare at the overpowering, mighty Himalayas. It was pleasant when I started my trek. മനസ്സിൽ പ്രത്യേകിച്ചൊരു അജണ്ടയൊന്നുമില്ലാത്ത ഒരു യാത്ര. All I wanted was to trek alone in perfect silence. ത്രിയൂണ്ടിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ആളുകൾ ഒരു ചെറു പുഞ്ചിരിയോടെ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മുകളിലേക്ക് കയറുന്നത് ഞാൻ മാത്രമാണ്. എല്ലാവരും ത്രിയൂണ്ടിൽ നിന്ന് താഴത്തേക്ക് വരികയാണ്. സംതിങ് വാസ് ചേഞ്ചിങ്. ചുറ്റിനും വളർന്നു നിൽക്കുന്ന മരങ്ങൾക്ക് ഉയരം കൂടിയതുപോലെ. The dense forest around me felt darker than usual, heavier somehow. At first I thought it was the trees, their canopy blocking the light. And then, before I could even process it, a tiny droplet landed on my face. It caught me off guard. The clear, open sky above me, it was shifting almost like it had a mind of its own. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഇടുങ്ങിയ കാട്ടുവഴിയിൽ ഞാൻ മാത്രം. എങ്ങും ഒരു ഷെൽട്ടർ പോലുമില്ല. ഭയം ഒരു കുളിർമയായി ദേഹത്തെങ്ങും പടർന്നു. A fear of unknown. By the time, 2 local boys were coming down and they were on their way back to McLeodganj from Dharamkot. "Barish aa rahe madam, upar mat jana." They want me not to go uphill. Even I could see it coming, but I was not ready to give up on my birthday wish. പെട്ടെന്നാണ് ഇടി മുഴങ്ങിയത്. ഇടവിടാതെയുള്ള എൻ്റെ ചിന്തകളെ ഭേദിച്ചുകൊണ്ട്. തികച്ചും ഒറ്റയ്ക്കാണെന്നുള്ള സത്യം വല്ലാതെ പേടിപ്പെടുത്തി. ഐ എം നോട്ട് എ റിലീജിയസ് പേഴ്സൺ എനിമോർ. പക്ഷേ ഇത്തരം അപൂർവ സന്ദർഭങ്ങളിൽ മനസ്സിൽ ഞാൻ പോലും അറിയാതെ കൺവീനിയൻ്റായി കടന്നു വരുന്ന കുറച്ച് പ്രാർത്ഥനകളുണ്ട്. കൊച്ചിലെ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ. ആദ്യം വരുന്നത് നന്മ നിറഞ്ഞ മറിയമേ, പിന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ ഫ്രണ്ട് എപ്പോഴും പേടി തോന്നുമ്പോൾ അർജുനൻ, പാർത്ഥൻ, ഫൽഗുനൻ ചൊല്ലുമായിരുന്നു. I think the whole idea is to take your mind off from the present situation by reciting something. Whatever it is, it always did the trick. കൂറ്റൻ മരങ്ങൾ എൻ്റെ ചുറ്റും വളർന്നു പന്തലിച്ചു. ഏകദേശം ഉച്ചയ്ക്കൊരു 2 മണിയായി കാണും. ഇരുട്ടിന് കനം കൂടിക്കൂടി വന്നു. I had only one mission then, to reach Gallu Devi Temple as soon as possible. That will be the only place where I could take shelter from the rains. It began to drizzle and my legs raced to reach Gallu Devi Temple. Gallu Devi Temple എത്തിയപ്പോഴത്തേക്കും മഴ കനത്തു തുടങ്ങി. ഭാഗ്യത്തിനാണ് ഒരു വലിയ മഴയ്ക്ക് മുമ്പേ അവിടെ എത്തിയത്. Maybe the gods actually listened to my prayers, but I was stuck. The thought of staying at a private guest house near Gallu Devi made me sick. There are certain things that we can control. Some things are just beyond. ഹാർഡ് റിയലൈസേഷൻ ആണ്. പക്ഷേ എത്രയും നേരത്തെ മനസ്സിലാക്കുന്നോ അത്രയും നല്ലത്. ഏതായാലും ഒരു കട്ടൻ ചായ കുടിച്ചിട്ടാവാം ബാക്കിയുള്ള ചിന്തകൾ എന്ന് ഞാനും വിചാരിച്ചു. ചായക്കടയിലെ ചേട്ടൻ അവിടെ കൂടിയിരുന്ന ആളുകളുടെ പേരും അഡ്രസ്സും ഒരു രജിസ്റ്ററിൽ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മുഖത്തെ ചോദ്യചിഹ്നം മനസ്സിലാക്കിയിട്ടാവാം. "മാഡം, അബ് തോ ഊപ്പർ ജാന ബഹുത് മുഷ്കിൽ ഹൈ, ബാരിഷ് തേസ് ഹോനെ വാല ഹൈ."
മഴ എപ്പോഴൊന്നും കുറയാൻ പോകുന്നില്ല, ഇനിയിപ്പോൾ മുകളിലേക്ക് കയറുന്നത് ശ്രമകരമാണെന്ന് അയാൾ പറഞ്ഞു. അവിടെ ഇരുന്ന രജിസ്റ്ററിൽ എൻ്റെ പേരും അഡ്രസ്സും എഴുതാൻ പറഞ്ഞു. ത്രിയൂണ്ടിലേക്ക് ട്രെക്കിന് പോകുമ്പോൾ ചിലർ കാണാതാകാറുണ്ട്. ചിലപ്പോൾ ആളുകൾ മരിക്കാനും സാധ്യതയുണ്ട്. എന്തും സംഭവിക്കാം. അതും ഈ മഴയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് മുകളിലേക്ക് പോകുന്നത്. നിങ്ങൾ കാണാതാവുകയാണെങ്കിൽ നിങ്ങളെ തിരയാൻ വരിക ഞങ്ങളായിരിക്കും. He said, irritated with the influx of people up hills. ഭയം വീണ്ടും തികട്ടി വന്നു. പക്ഷേ ഭയത്തേക്കാൾ കൂടുതൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തിടുക്കമായിരുന്നു. Most of the times, the stubborn mind refused to listen to the sensible brain. ഇതിനു മുമ്പ് ത്രിയൂണ്ടിൽ ഇതുപോലെ ഒറ്റയ്ക്ക് ട്രെക്കിന് പോയി മിസ്സിംഗ് ആയ ഒരാളുടെ കഥ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. എനിക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും അയാളുടെ കഥ എൻ്റെ സർക്കിൾസിൽ ഞാനും കേട്ടിരുന്നു. A young man had gone missing while trekking solo in Triund. Months later, when the summer snow melted, they found him. He might have lost his way, fallen into a stream, and couldn't climb back out. I didn't know him personally, but his story haunted me, a constant reminder of how unforgiving mountains can be. I cursed the man with the register for reminding me of death when I was trekking solo to Triund. പക്ഷെ മേ ബി ദ ലേഡി ലക്ക് വാസ് ഇൻ മൈ ഫേവർ. അവിടെ കൂടിയിരുന്ന 2 ചെറുപ്പക്കാർ ത്രിയൂണ്ടിലേക്ക് പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവരും എന്നെ പോലെ ത്രിയൂണ്ട് FRHൽ ബുക്ക് ചെയ്തിരുന്നു. മഴ ചെറുതായൊന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ നടക്കാൻ തീരുമാനിച്ചു, മറ്റ് 2 ചെറുപ്പക്കാരുടെ കൂടെ. I walked at my pace against the rain and gravity. Gods might have thought that rain was just not enough. Hailstorm was next in the line. നമ്മുടെ നാട്ടിൽ ആലിപ്പഴം എന്നൊക്കെ പറയില്ലേ, സെയിം സാധനം. ആലിപ്പഴം പെരുക്കാൻ എന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന്. പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ല കേട്ടോ. ദേഹത്ത് കല്ല് വീഴുന്നത് പോലെയാണ്. നല്ല വേദന എടുക്കും. നമ്മൾ നല്ല 3-4 ലെയേഴ്സും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും യു കുഡ് ലിറ്ററലി ഫീൽ ദ ഹെയിൽ ഫാളിങ് ഓൺ യു. ആകെ നനഞ്ഞു തുടങ്ങി. ഭാഗ്യത്തിന് അടുത്തൊരു ഢാബ ഉണ്ടായിരുന്നു. All 3 of us took shelter there from the rains and hailstorm. അവിടുത്തെ ചേട്ടൻ നല്ല ആവി പറക്കുന്ന ചൂട് കട്ടൻ ചായ ഉണ്ടാക്കി തന്നു. നത്തിങ് കുഡ് ബീറ്റ് ഇറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അവിടെ നിന്നൊരു റെയിൻകോട്ട് വാങ്ങി വീണ്ടും നടപ്പ് തുടങ്ങി. Both the guys were a good company as we trekked. Sadly, I forgot their names. They had come to Triund from somewhere up north. വൈകിട്ട് ഏതാണ്ട് ഒരു 5 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ത്രിയൂണ്ടിലെത്തി. അപ്പോഴേക്കും മഴ തോർന്നു. It was as if the rain gods were teasing me. So there I was, completely drenched and shivering, stumbling my way toward the warmth of fire near Suresh Bhaiya's little dhaba. He waved us over, inviting us to sit and soak in the heat. As I sat there, finally catching my breath, I looked up and wow, the majestic Dholadar range stood tall, with its 3 peaks almost staring back at me. The sky had completely transformed. It was clear and calm now, like a whole new world compared to the chaotic mess it had been just a couple of hours ago. It felt surreal, like nature was reminding me of its unpredictable beauty. കുറച്ചൊന്ന് ചൂട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ FRHലേക്ക് നടന്നു. ഒരു വയസ്സായ ഹിമാചലി ആക്സൻ്റൊക്കെ ഉള്ള ഒരു ചേട്ടൻ അവിടെ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ബൈസാഖിറാം. മഴ കാരണം എങ്ങാനും ഞാൻ എൻ്റെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് കാണുമെന്ന് ബൈസാഖിറാം ചേട്ടൻ വിചാരിച്ചു. All I wanted at that point in my life was a hot water shower. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം അങ്ങ് നടന്നാൽ പിന്നെ കഥയില്ലല്ലോ. മാഡം ജി, യഹാ na പാനി ഹൈ na ബിജ്ലി. It took at least few minutes before I could come into terms with the reality. ത്രിയൂണ്ടിൽ വെള്ളവുമില്ല വെളിച്ചവുമില്ല. FRH ബുക്ക് ചെയ്തപ്പോഴെങ്കിലും സൂപ്രണ്ടന്റ് ചേട്ടന് ഒരു സൂചന തരാമായിരുന്നു. അറിയാതെ ആണെങ്കിലും മനസ്സിൽ അയാളെ ഒന്ന് ശപിച്ചു. വാഷ്റൂം തുറന്ന് നോക്കിയപ്പോൾ അവിടെ ടോയ്ലറ്റ് ഇല്ല എന്ന നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി. ചിലപ്പോൾ കോമൺ ടോയ്ലറ്റ്സ് ആയിരിക്കും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ ബൈസാഖിറാം ചേട്ടൻ ഒരു 1/4 ബക്കറ്റ് വെള്ളവും കുറച്ച് മെഴുകുതിരികളുമായി വന്നു. എൻ്റെ മുഖത്തെ അന്താളിപ്പ് കണ്ടിട്ടാകണം അയാൾ പറഞ്ഞു, മാഡം സബ് കുച്ച് ബാഹരി കർണ പട്ടാ ഹൈ. ഹിസ് sheepish smile lingered on as I was still recovering from my shock and embarrassment. ത്രിയൂണ്ടിൽ വെള്ളവും ഇലക്ട്രിസിറ്റിയും വലിയ ബുദ്ധിമുട്ടാണ്. താഴെ കുറേ ദൂരം നടന്നു പോയിട്ടാണ് ഇത്രയെങ്കിലും വെള്ളം അവർ ചുമന്നുകൊണ്ട് വരുന്നത്. I should have been grateful to Baisakhiram for getting that 1/4 bucket of water.
കുറച്ചൊന്ന് സെറ്റിൽഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ആകെ ഒരു ഢാബ മാത്രമാണ് അവിടെ ഉള്ളത്. FRHും ഢാബയും അല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. But people could pitch their camping tents anywhere and just enjoy the night stargazing. Triund is actually famous for stargazing. രാത്രി ആയപ്പോഴേക്കും തണുപ്പ് കൂടിക്കൂടി വന്നു. ഢാബയുടെ മുന്നിൽ നമ്മുടെ സുരേഷ് ചേട്ടൻ നല്ലൊരു ബോൺഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. It was so freezing cold that everyone tried to warm up by sitting around the fire. There were a group of people, they were continuously chatting and I figured from their accent that they were from Delhi. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്രിയൂണ്ട് ഈസ് ഫേമസ് ഫോർ സ്റ്റാർലിറ്റ് സ്കൈസ്. പക്ഷെ അന്ന് പേരിന് പോലും ഒരു നക്ഷത്രം ഉണ്ടായിരുന്നില്ല. കുറച്ചൊന്ന് ചൂടായപ്പോൾ ഞാൻ കുറച്ചകലെ മാറിയിരിക്കാമെന്ന് തീരുമാനിച്ചു. So that I would let my monkey mind wander in silence and peace. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ എൻ്റെ അടുത്തിരുന്ന് കൊച്ചുവർത്തമാനം പറയാൻ തുടങ്ങി. He kind of figured that I was all by myself. How difficult is it to trek all long as a girl? He asked me. I was quite surprised. All I could ask back was, how do I know how easy it is to trek as a guy? This time, he was taken aback by my answer and apologized. കുറേ നേരം ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ അയാളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്താണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്, ബോറടിക്കില്ലേ, വൈ ട്രിയൂണ്ട് എന്ന് തുടങ്ങി ഹി വാണ്ടഡ് ടു നോ എവ്രിതിങ് അബൌട്ട് മീ. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ കലിപ്പിലായിരുന്നു. എങ്ങനെയെങ്കിലും ഇയാളൊന്ന് പോയി തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ഐ ഫൈനലി ടോൾഡ് ഹിം ദാറ്റ് ഐ ട്രെക്ക് ടു ട്രിയൂണ്ട് ഓൾ ബൈ മൈസെൽഫ് സോ ദാറ്റ് ഐ കുഡ് സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ. സമയം കടന്നുപോയി. തണുപ്പ് കുറയുന്ന ലക്ഷണമൊന്നുമില്ല. ഡിന്നർ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിലേക്കും ക്യാമ്പിംഗ് ടെൻറ്റിലേക്കും പോയി. നക്ഷത്രങ്ങളൊന്നുമില്ലെങ്കിലും കറുത്ത ആകാശം നോക്കിയിരുന്ന് ഞാൻ പലതും ആലോചിച്ചു കൂട്ടി. I was already annoyed with the weather. To top it all, this group from Delhi was creating so much noise and were even playing loud music. I literally cursed them. I tried to forget about it all since it was my birthday uphill in few hours, a special treat that I gave for myself. 2 other guys who accompanied me during the trek were also staying at the FRH. They had become friends and were very helpful. പതുക്കെ FRHന്റെ വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് കയറി. മെഴുകുതിരി വെളിച്ചത്തിൽ ഒന്നും ശരിക്കും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. സമയം ഏതാണ്ട് 12 മണിയായി. I wished myself happy birthday and decided to crash. Bang! There was a knock at the door. ആരോ കതകൾ മുട്ടുന്നുണ്ട്. Baisakhiram ji, I called out loud. No, it wasn't him. The poor old man has slept off. Why would he stay awake at this hour? എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പതുക്കെ വാതിൽ തുറന്നു. It was those 2 guys who came with me and they were standing there with a plate with biscuits and local cupcakes arranged in the shape of a cake. Yes, of course, there was a candle. I was totally blown away. I hadn't mentioned it to them that it was my birthday, but they came to know about it from the other guy who spoke to me a while back. Satyam പറഞ്ഞാൽ I was super happy, overwhelmed, sad, excited, surprised, all at once. ത്രിയൂണ്ടിൽ എത്തണം, പിന്നെ ഇന്ദ്രഹാർ പാസിൽ ട്രെക്ക് ചെയ്യണം, അങ്ങനെ വളരെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. But here I was with 2 total strangers who put in a lot of effort to surprise me on my 30th. Honestly, I was humbled. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആകെ ഒരു കുഞ്ഞു ഢാബ മാത്രമേ ഉള്ളൂ. Biscuits and local cupcakes are luxury in a place like Triund. I was so happy to celebrate my birthday with 2 total strangers whom I met accidentally during a trek. It was genuinely a humbling experience. ചിലപ്പോഴൊക്കെ അപരിചിതർ നമ്മളെ ഞെട്ടിച്ച് കളയും in a nice way, and this was one such instant. അങ്ങനെ 30കൾക്ക് തുടക്കം കുറിച്ച് ഞാൻ മൂടി പുതച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം പതിവിലും നേരത്തെ എഴുന്നേറ്റു. 6 മണി ആയതേ ഉള്ളൂ. എൻ്റെ മുറിയിലെ ചില്ല് ജനാലയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. I couldn't believe my eyes. I rubbed my eyes once more and glanced outside, feeling as if I had woken up in a completely different time and place. ആകെ ഒരു വെള്ളമയം. ഇന്നലെ ഞാൻ ഇവിടെ തന്നെയല്ലേ കിടന്നുറങ്ങിയത്. Maybe this is not real. I am dreaming. പെട്ടെന്നൊരു വലിയ മഞ്ഞുകട്ട ജനൽപ്പാളിയിൽ നിന്ന് താഴത്തേക്ക് വീണു.
It was snowing. I jumped out of the bed, threw on my jacket, and rushed outside. Triund changed overnight. It snowed all night, fresh snow everywhere. Triund was unrecognizable, draped in all white. A magical birthday surprise from Mother Nature herself. And what a surprise it was! I hadn't expected snow during this trip. I screamed aloud, "Baisakhiram ji! Hanji madam ji!" There he was, standing with a cup of steaming hot black tea, a grin on his face. "Happy birthday, madam ji." How did he know? "Sabko pata hai." He stood there grinning. That morning in Triund, I was surrounded by snow and kindness. One I will never forget. A true gift from both nature and its people. ഒറ്റയ്ക്കുള്ള യാത്രകൾ പലപ്പോഴും ഉൾവലികളാണ്, ചിലപ്പോഴൊക്കെ നല്ലതിന് വേണ്ടിയുള്ള ഒളിച്ചോട്ടങ്ങൾ. അന്ന് രാവിലെ ത്രിയൂണ്ടിൽ all I got was so much love. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി സുരേഷ് ചേട്ടൻ്റെ ധാബയിൽ എത്തിയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ. ഇന്നലെ കണ്ടുമുട്ടിയ ഞാൻ ശല്യമായി കരുതിയ ആളുകളും എനിക്കൊരു സമ്മാനവുമായി അവിടെ ഉണ്ടായിരുന്നു. I was overwhelmed with tears of joy. മനുഷ്യന്മാർ ചിലപ്പോൾ നമ്മളെ അങ്ങ് ഞെട്ടിച്ചു കളയും, especially strangers. Maybe, just maybe, human beings are naturally kind. That morning, as I stood soaking in the snowy wonderland, the group of guys I had met the previous night came up to me, their faces lit with excitement. "It started snowing at 3 in the morning," one of them said, "and it hasn't stopped since. The whole place has been blanketed in white." രാത്രി അപ്രതീക്ഷിതമായി മഞ്ഞു പെയ്യാൻ തുടങ്ങിയപ്പോൾ ടെൻറ്റിൽ തങ്ങിയവരെല്ലാവരും എഫാർച്ചിലേക്ക് ഓടിക്കയറി. Then, almost sheepishly, they added, "We wanted to wake you up at 3 a.m. to wish you a happy birthday, but we couldn't figure out which room was yours." I couldn't help but smile, a warm, grateful smile that said more than words ever could. Their gesture, even in this incompleteness, spoke volumes. It was a quiet reminder that kindness thrives in the most unexpected places, even in the heart of a snowstorm. എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അന്ന് തന്നെ തിരികെ പോകാൻ തീരുമാനിച്ചു, since the weather was at odds. But I was not ready to give up yet. I had to go to Indrahar Pass. ത്രിയൂണ്ടിൽ മഞ്ഞ് പെയ്യുന്നുണ്ടെങ്കിൽ it will be worse in Indrahar. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആകെ ഒരു നിശബ്ദത. Triund was deserted except for few locals. I found my spot upon a rock uphill facing the mighty white dholadars, all clad like a young new bride with fresh snow. താഴെ മക്ലോഡ്ഗഞ്ചിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച് അറേഞ്ച് ചെയ്ത് എൻ്റെ ലോക്കൽ ഗൈഡ് വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ചു. Now the long wait. I did not know until when. The uncertainty hung in the air, thick and unyielding. And yet, amidst it all, there was a strange, quiet hope. A feeling that perhaps, just perhaps, the wait would be worth it. Triund is a 9-kilometer trek from Dharamkot or Gallu Devi Temple near McLeodganj in Himachal Pradesh. The trail is easy to moderate and takes 4 to 6 hours, passing through lush forests and offering stunning views of the Dholadar range. And that's all from me today. We'll be back next week with another story, another path, and perhaps another piece of the puzzle. Until then, keep dreaming, keep walking, and remember, some destinations aren't found on the maps. You are listening to Kathagram with Neethu M Eldose. Kathagram, stories are life. The views and opinions expressed in Kathagram are solely those of the host. They do not reflect the views of any organizations or affiliations. This podcast is for entertainment purposes only. We invite you to listen with openness and curiosity. Kathagram, stories are life.